ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ടേംസ് തന്നെയാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ സ്പെസിഫിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്ന ചില ടെർമിനോളജീസ് ഏതൊക്കെയെന്നാണ് ആദ്യം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ടൈപ്പ് ഓഫ് ഫ്യൂച്ചറും അതേപോലെ തന്നെ ഫ്യൂച്ചറും ഫോർവേഡും തമ്മിലുള്ള ഡിഫറൻസും ആണ് നമുക്ക് മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ടേംസ് ഒക്കെ നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് അണ്ടർലൈങ് അസറ്റാണ്. നമുക്ക് ആൾറെഡി നമ്മൾ ഒരുപാട് തവണ ഇപ്പോൾ കേട്ട് കഴിഞ്ഞു. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റ് ഫ്രെയിം ചെയ്യുന്നത് എന്ന്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ്, ഇപ്പോൾ ഒരു റൈസിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്. അതൊരു മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ നമ്മൾ ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ചെയ്യുകയാണ്. റൈസിൻ്റെ കോൺട്രാക്റ്റ് ആണെങ്കിൽ അവിടെ അത് മെൻഷൻ ചെയ്തിരിക്കുക. അപ്പോൾ കമ്മോഡിറ്റി റൈസ് ആയത് കാരണം ആ റൈസ് എന്നും അതേപോലെ അതോടൊപ്പം തന്നെ മാർച്ച് അല്ലെങ്കിൽ ഏത് മന്തിലാണോ നമ്മൾ ആ ഡെലിവറി ഡ്യൂ ആവുന്നത് ആ ഡേറ്റും ഇയറും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞിരുന്നത് മാർച്ച് 20, അതായത് 2020 മാർച്ചിലാണ് ആ ഒരു കമ്മോഡിറ്റിയുടെ, അതായത് ഈ ഒരു റൈസ് ആയിട്ടുള്ള അണ്ടർലൈങ് അസറ്റിൻ്റെ ഡ്യൂ വരുന്നത്. അതാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥം. നെക്സ്റ്റ് വൺ വരുന്നത് കോൺട്രാക്റ്റ് സൈസ് ആണ്. ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ട്രേഡിംഗ് യൂണിറ്റ്, അതായത് നമ്മളിപ്പോൾ ഡെറിവേറ്റീവ്സ് ആണെങ്കിലും ശരി എത്ര യൂണിറ്റാണ് അറ്റ് എ ടൈം നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ദ അസറ്റ് എത്രയാണ് ഡെലിവറി ചെയ്യേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കവിടെ ഇങ്ങനെ ഇപ്പോൾ ഗോൾഡൊക്കെ ആണെങ്കിൽ ഗോൾഡ് ഓൺ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി, ഇപ്പോൾ NMCE ആണെങ്കിൽ ഗോൾഡ് NMCE ഈസ് ഫോർ 100 ഗ്രാം എന്ന് നമ്മൾ എഗ്രിമെൻറ്റിൽ പറയും. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് ആ ഒരു കോൺട്രാക്റ്റ് സൈസ് എന്ന് പറയുന്ന കമ്മോഡിറ്റി 100 ഗ്രാം ആണ് വരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് വൺ വരുന്നത് മൂന്നാമത്തെ പ്രൈസ് കൊട്ടേഷനാണ്. ഈ പ്രൈസ് കൊട്ടേഷൻ എന്ന് പറയുന്നത് ബേസിസ് ഓഫ് ദ പ്രൈസ്, അതായത് അത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ അല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ പ്രൈസ് കൊട്ടേഷൻ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഓൺ റൈസ് ഈസ് റുപ്പി പെർ ക്വിൻ്റൽ. ഇപ്പോൾ നമ്മളൊരു കമ്മോഡിറ്റിയുടെ നാച്ചുറൽ അനുസരിച്ചിട്ട് അതിൻ്റെ പ്രൈസ് കോട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ അരിയൊക്കെ ആണെങ്കിൽ ക്വിൻ്റൽ, ഒരു ക്വിൻ്റൽ ആയിട്ടാണ് പറയുക. അവിടെ നമ്മൾ കിലോഗ്രാം അല്ല മെഷർ ചെയ്യുക, അതായത് നമ്മൾ അത്രയും ബൾക്കായിട്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മളവിടെ ബേസിസ് ഓഫ് റൈസ് പ്രൈസിനെയാണ് അവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് പ്രൈസ് കൊട്ടേഷൻ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാവുമ്പോൾ നമ്മളവിടെ റുപ്പീസിലാണ് അവിടെ മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ് വൺ വരുന്നത് ടിക്ക് സൈസാണ്. ടിക്ക് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ചേഞ്ച് ദാറ്റ് വിൽ ബി റെക്കഗ്നൈസ് ഇൻ ദ പ്രൈസ് കൊട്ടേഷൻ. ഇറ്റ് ഈസ് ദ മിനിമം ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോഡ്സ് ഓഫ് എ സിമിലർ നാച്ചർ. അതായത് ഇപ്പോൾ നമ്മൾ പ്രൈസ് കോട്ട് ചെയ്യുന്നത്, അതായത് ഇത് ഫ്യൂച്ചർ ഡേറ്റിലേക്കുള്ള കോൺട്രാക്റ്റാണ്. അപ്പോൾ ആ പ്രൈസിൽ വരുന്ന വേരിയേഷൻസ് ഏതുവരെയാവാം, ആ ഒരു മിനിമം ചേഞ്ചസ് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ടിക്ക് സൈസ് എന്നുള്ളത്. ദെൻ അഞ്ചാമത്തെ പറയുന്നത് പ്രൈസ് ലിമിറ്റാണ്. ദിസ് ഈസ് ദ ലിമിറ്റ് ഓൺ ദ മാക്സിമം പ്രൈസ് വേരിയേഷൻ പെർമിറ്റഡ് ഇൻ എ ഡേ ട്രേഡിംഗ്. ഡേയ്സ് ട്രേഡിംഗ്, ഇവിടെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണെങ്കിൽ ഓരോ ഡേയ്സിലും നമ്മൾ പർട്ടിക്കുലർ കമ്മോഡിറ്റിക്സ് അത് സ്റ്റാർട്ടിങ് വാല്യൂ ഉണ്ടായിരിക്കും. അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വർക്കിംഗ് ടൈം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലോസിങ്ങിൽ അതിൻ്റെ ഒരു ട്രേഡിംഗ് ടൈമിൽ അതിൻ്റെ ഒരു പ്രൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രൈസ് ലിമിറ്റിൻ്റെ മാക്സിമം എത്രയാവാം ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിക്ക് എന്ന് മെൻഷൻ ചെയ്യുന്നതാണ് പ്രൈസ് ലിമിറ്റഡ്. ഈ ഒരു പ്രൈസ് ലിമിറ്റ് അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതൊക്കെ എക്സ്ചേഞ്ച് ആയിരിക്കും. അത് ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണോ നമ്മൾ ചെയ്യുന്നത് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രൈസ് ഇൻക്രീസ് ബൈ എൻ എമൗണ്ട് ഈക്വൽ ടു ദ ഡെയിലി പ്രൈസ് ലിമിറ്റ്, ഇങ്ങനെ ഹൈ ആയിട്ട് വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലിമിറ്റ് അപ്പ് എന്നും, അതേപോലെ ഈ വാല്യൂ കുറഞ്ഞു വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലിമിറ്റ് ഡൗൺ എന്നും പറയുന്നത്. നോർമലി മാച്ച്ഡ് ദ ഇനീഷ്യൽ മാർജിൻ മണി കളക്റ്റഡ് എഗെയിൻസ്റ്റ് ദ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. അപ്പോൾ നമ്മൾ നോർമലി അത് ഈക്വൽ സൈസ് തന്നെ ആയിരിക്കും. പക്ഷേ ഡെയിലി കോട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മൾ എൻ്റർ ചെയ്ത പ്രൈസും അതും തമ്മിലുള്ള വേരിയേഷൻ നോക്കുമ്പോൾ അതൊരു ഹൈ ആയിട്ട് വരികയാണെങ്കിൽ അതിന് ലിമിറ്റ് അപ്പ് എന്നുള്ള രീതിയിലും, അത് പ്രൈസ് കുറയുക അതായത് ഡിക്രീസ് ആവുകയാണ് അതിൻ്റെ വാല്യൂവിൽ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ലിമിറ്റ് ഡൗൺ എന്നുമാണ് മെൻഷൻ ചെയ്യാറ്. നെക്സ്റ്റ് വൺ വരുന്നത് പൊസിഷൻ ലിമിറ്റാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ദ ലിമിറ്റ് അപ്പോൺ മാക്സിമം നമ്പർ ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ ക്ലയൻറ്റ് മേ ഹോൾഡ്. ഒരു ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനോ അതല്ലെങ്കിൽ മെമ്പറുടെ ക്ലയൻറ്റോ ബ്രോക്കർക്കോ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന കോൺട്രാക്റ്റിൻ്റെ എണ്ണത്തെയാണ് ഇത് കാണിക്കുന്നത്.
ദെൻ നെക്സ്റ്റ് വൺ, അതായത് ഇവിടെ ആരും കോൺസെൻട്രേറ്റ് ചെയ്ത് ബിസിനസ് ഒരാളിലേക്കോ അല്ലെങ്കിൽ പർട്ടിക്കുലർ പേഴ്സണിലേക്കോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ടുവന്നതാണ്. ഒരാൾക്ക് എത്ര എണ്ണം ആവാം, എത്ര കോൺട്രാക്റ്റിൽ ഏർപ്പെടാം എന്നുള്ള അതിൻ്റെ ഒരു മാക്സിമം ലിമിറ്റ്, അതിനെയാണ് പൊസിഷൻ ലിമിറ്റ് എന്ന് പറയുക. ദ നെക്സ്റ്റ് വൺ വരുന്നത് സ്പോട്ട് പ്രൈസ് ആണ്. ഇവിടെ സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ അസറ്റ് ട്രേഡഡ് ഇൻ ദ സ്പോട്ട് ഓർ കറൻറ്റ് മാർക്കറ്റ്. ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റിൽ നമ്മൾ സെയിൽസ് നടത്തുമ്പോൾ കമ്മോഡിറ്റിക്ക് വരുന്ന പ്രൈസിനെയാണ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുക. ഇതിനെ നമുക്ക് കറൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് എന്നൊക്കെ പറയാം. നെക്സ്റ്റ് വൺ വരുന്നത് ഫ്യൂച്ചർ പ്രൈസ് ആണ്. അതായത് നമ്മൾ പർട്ടിക്കുലർ അണ്ടർലൈങ് അസറ്റ് ഫ്യൂച്ചർ മാർക്കറ്റിൽ ട്രേഡ് നടത്തുമ്പോൾ ആ ഫ്യൂച്ചർ മാർക്കറ്റിൽ എത്രയാണോ അതിൻ്റെ വില വരുന്നത്, ആ പ്രൈസ് വരുന്നത്, അതിനെയാണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് എക്സ്പയറി ഡേറ്റ് ആണ്. ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ദിസ് ഈസ് ദ ഡേറ്റ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഡേറ്റ് സ്പെസിഫൈ ചെയ്യുന്നതാണ് എക്സ്പയറി ഡേറ്റ്. അതല്ലെങ്കിൽ ദ ലാസ്റ്റ് ഡേ ഓൺ വിച്ച് ദ കോൺട്രാക്റ്റ് വിൽ ബി ട്രേഡഡ്. ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ദിവസം അന്നാണ് ആ കോൺട്രാക്റ്റിൽ പറയുന്ന കണ്ടീഷൻസൊക്കെ ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ ഒന്നുകിൽ അണ്ടർലൈങ് അസറ്റ് അതല്ലെങ്കിൽ ക്യാഷ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു എൻഡ് ഓഫ് ദ എഗ്രിമെൻറ്റ്, അതായത് ആ എഗ്രിമെൻറ്റ് എക്സ്പയറി ആവുന്ന ഡേറ്റിനെയാണ് എക്സ്പയറി ഡേറ്റ് എന്ന് പറയാം. ദ നെക്സ്റ്റ് വൺ പറയുന്നത് ബേസിസ് ആണ്. ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഫ്യൂച്ചർ പ്രൈസ് മൈനസ് ദി സ്പോട്ട് പ്രൈസ്. രണ്ട് മാർക്കറ്റുകളിലെ പ്രൈസ് വാല്യൂവിൽ വരുന്ന ഒരു വ്യത്യാസമാണ് ബേസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാരി. ഇവിടെ നമ്മൾ കമ്മോഡിറ്റീസൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ സ്റ്റോറേജ് കോസ്റ്റ് ഒക്കെ വരും. അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇറ്റ് മെഷർ ചെയ്യുന്നത് സ്റ്റോറേജ് കോസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് പെയ്ഡ് ടു ഫൈനാൻസ് ദ അസറ്റ് ലെസ് ഇൻകം ഏൺഡ് ഓൺ ദ അസറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു എക്സ്പെൻസസ് വരികയാണ്. അപ്പോൾ ആ എമൗണ്ടിനെയാണ് നമ്മൾ ക്യാരിയിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് അവിടെ ഇങ്ങനെ മെഷർ ചെയ്യുന്നത് കേട്ടോ. മെഷർ ദ സ്റ്റോറേജ് കോസ്റ്റ്. ആ സ്റ്റോറേജ് കോസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് കോസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് പെയ്ഡ് ടു ഫൈനാൻസ് ദ അസറ്റ് ലെസ് ഇൻകം ഏൺഡ്. അതായത് എത്രയാണോ ഇൻകം നമുക്ക് കിട്ടുന്നത് അതിൽ നിന്നും ഈ ഒരു കോസ്റ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. നെക്സ്റ്റ് വൺ വരുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് മീൻസ് ദ നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അതല്ലെങ്കിൽ റിമൈനിങ് അൺസെറ്റിൽഡ് ആയിട്ട് വരുന്ന നമ്പർ ഓഫ് കോൺട്രാക്റ്റിനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുക. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ അൺസെറ്റിൽഡ് ആണ്. ഇതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ. ഇവിടെ നമുക്കറിയാം ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ രണ്ടാളുകളാണുള്ളത്. ബയ്യർ ഉണ്ടായിരിക്കും, സെല്ലറും ഉണ്ടായിരിക്കും. ബയ്യർ ഹോൾഡ് ചെയ്യുന്നത് ലോങ് പൊസിഷനും ആണ്, അതേപോലെ സെല്ലർ ഹോൾഡ് ചെയ്യുന്നത് ഷോർട്ട് പൊസിഷനും ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഓപ്പൺ പൊസിഷൻ. ഇപ്പോൾ ഓപ്പൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോങ് പൊസിഷൻ ആണെങ്കിലും ശരി, അതേപോലെ തന്നെ ഷോർട്ട് പൊസിഷൻ ആണെങ്കിലും that is outstanding or unsettled in various derivative contract is called open position. അവിടെ നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത ഓപ്പൺ ഇൻട്രസ്റ്റിൽ പറഞ്ഞ അതേ സെൻറ്റൻസ് തന്നെയാണ്. അതായത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. അവിടെ ഇൻട്രസ്റ്റ്, ഓപ്പൺ ഇൻട്രസ്റ്റ് ഈസ് എ നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്. ഇവിടെ അതേപോലെ ആ ഒരു പൊസിഷനിൽ എത്ര എണ്ണമാണ് അവർ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ അൺസെറ്റിൽഡ് ആയിട്ട് കിടക്കുന്നത്, അതാണ് ഓപ്പൺ പൊസിഷനിൽ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ ഇൻഫോസിസിൻ്റെ ഒരു 5 ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെല്ല് ചെയ്യുകയാണ്. അതേപോടൊപ്പം തന്നെ ആൻഡ് ബൈ 3 കോൺട്രാക്റ്റ് ഓൺ TCS ഫ്യൂച്ചർ. ഇപ്പോൾ ഇൻഫോസിസിൻ്റെ 5 എണ്ണം സെയിൽസ് നടത്തുന്നുണ്ട്, TCSൻ്റെ 3 കോൺട്രാക്റ്റുകളിൽ ബൈയും ചെയ്യാണ്. ഹീ വുഡ് ബി ടേംഡ് ആസ് ഹാവിങ് എൻ ഓപ്പൺ പൊസിഷൻ. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം എന്ത് ഈസ് എൻ ഓപ്പൺ പൊസിഷൻ. അതായത് ഇക്വാലൻറ്റ് ടു ഷോർട്ട് ഓൺ 5 കോൺട്രാക്റ്റ് ഓൺ ഇൻഫോസിസ് ആൻഡ് ലോങ് ഓൺ 3 കോൺട്രാക്റ്റ് ഓൺ TCS. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബയ്യിങ്ങിന് വേണ്ടിയിട്ട് ഇയാൾ ഏതാ ഇൻഫോസിസിൻ്റെ കോൺട്രാക്റ്റാണ് സെല്ല് നടത്തുന്നത്. അവിടെ അയാൾക്കുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ബയ്യിങ് ആവുമ്പോൾ അപ്പോൾ ഈ വ്യക്തി, അതായത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതിൽ അയാളുടെ കയ്യിലുള്ളത് ഇൻഫോസിസിൻ്റെ 5 ഏത് ഓപ്ഷനാണ്? സെൽ ഓപ്ഷൻ. സെൽ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് പൊസിഷനും, അതേപോലെ തന്നെ അയാളുടെ കയ്യിൽ 3 ബൈ പൊസിഷനായിട്ടുള്ള TCS. അപ്പോൾ ബൈ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് പൊസിഷൻ. അപ്പോൾ 3 ലോങ് പൊസിഷനും അതേപോലെ 5 ഷോർട്ട് പൊസിഷനുമാണ് അയാളുടെ കയ്യിലുള്ളത്. അത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ ഈ സമയത്ത് ഇഫ് ദേ ബൈ then
2 ഇൻഫോസിസ് കോൺട്രാക്ട് വിത്ത് ദ സെയിം മെച്യൂരിറ്റി. അപ്പോൾ അയാളുടെ കയ്യിൽ ഉള്ള ആ ഒരു 5 എണ്ണം അയാൾ സെയിൽ നടത്തിയിട്ട് അയാൾ അതേസമയം 2 ഇൻഫോസിസ് കോൺട്രാക്റ്റ് അയാൾ സെയിം മെച്യൂരിറ്റി ഡേറ്റിലേക്ക് അയാൾ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ ഓപ്പൺ പൊസിഷൻ എന്താവും? ഷുഡ് ബി ഷോർട്ട് ഓൺ 3 ഇൻഫോസിസ് കോൺട്രാക്ട് ആൻഡ് ലോങ് ഓൺ 3 TCS കോൺട്രാക്റ്റ്. അപ്പോൾ അയാളുടെ ഈക്വലായിട്ട് 3 ഇൻഫോസിസ് ഷോർട്ടും വരും, അതേപോലെ തന്നെ 3 TCS ലോങ്ങും വരും. അപ്പോൾ അയാളുടെ പൊസിഷൻ അയാളുടെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പൺ പൊസിഷനാണ്. അതായത് അൺസെറ്റിൽഡ് ആയിട്ടുള്ളത് അയാൾ കൊടുത്ത് ഈക്വൽ ചെയ്യുന്ന രീതിയിലേക്ക് ചേഞ്ചസ് വരുത്തുക. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇതിൽ തന്നെ, അതായത് ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സ്പെസിഫിക്കേഷൻ ടേമാണ് ട്രേഡിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് നോർമലി അതിൻ്റെ ട്രേഡിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് മാക്സിമം 3 മാസം ആയിരിക്കും. അതായത് ഇപ്പോൾ നിയർ മന്ത്, ഇപ്പോൾ നമ്മൾ ഈ ഡിസംബറിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ ജനുവരി 1st മന്ത്, ഫെബ്രുവരി, ദെൻ മാർച്ചിൽ ആ ഒരു ട്രേഡിംഗ് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യുന്ന രീതിയിൽ. അപ്പം നിയർ മന്ത്, നെക്സ്റ്റ് മന്ത്, ദെൻ ഫാർ മന്ത്, ആ രീതിയിലാണ് 3 മാസങ്ങളെയും അതിൽ മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഒരു ന്യൂ കോൺട്രാക്റ്റ് അവിടെ ഇങ്ങനെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ട്രേഡിംഗ് ഡേ ഫോളോ ചെയ്തിട്ട് അത് എക്സ്പയറി ആകുമ്പോൾ, ഇപ്പോൾ 3 മന്ത് ആണെങ്കിൽ ആ 3 മന്തിൽ അവരത് കംപ്ലീറ്റ് ചെയ്യുക ആ മാസത്തെ ലാസ്റ്റ് തേഴ്സ്ഡേ ആയിരിക്കും. ആ മാസത്തെ ലാസ്റ്റ് തേഴ്സ്ഡേ ആണ് അതിൻ്റെ ഡെലിവറി എക്സ്പയർ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കമ്മിങ് അല്ലെങ്കിൽ ഫോളോയിങ് ഫ്രൈഡേ എന്ത് ചെയ്യും? ന്യൂ കോൺട്രാക്റ്റ് ഓപ്പൺ ചെയ്യും. അതാണ് 3 ട്രേഡിംഗ് സൈക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അവിടെ ഇങ്ങനെ 3 മന്താണ് അത് പഠിച്ചു വെക്കുക കേട്ടോ. ട്രേഡിംഗ് സൈക്കിൾ എന്ന് പറയുമ്പോൾ 3 മന്താണ്. ഈ നെക്സ്റ്റ് ഏറ്റവും തൊട്ടടുത്ത മന്തിന് നിയർ മന്ത് എന്ന് പറയും. ദെൻ രണ്ടാമത്തെ വരുന്നത് നെക്സ്റ്റ് മന്ത്, ഏറ്റവും തേർഡായിട്ട് വരുന്നതാണ് ഫാർ മന്ത്. അതേപോലെ തന്നെ ഇപ്പോൾ NSEയിലൊക്കെ ആണെങ്കിൽ ആ ഒരു ട്രേഡിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത് ആ ഒരു 3rd മന്തിൻ്റെ ലാസ്റ്റ് വരുന്ന വ്യാഴാഴ്ചയായിരിക്കും. ഫ്രൈഡേ പുതിയ ഒരു കോൺട്രാക്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് ഫ്യൂച്ചറാണ്. അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനെ മെയിനായിട്ട് 2 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കമ്മോഡിറ്റി ഫ്യൂച്ചർ എന്നും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ എന്നും. കമ്മോഡിറ്റി ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, അവിടെ ഇങ്ങനെ അണ്ടർലൈങ് അസറ്റായിട്ട് വരുന്നത് എന്തെങ്കിലും ഫിസിക്കൽ കമ്മോഡിറ്റീസ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു സ്പെസിഫിക് ആയിട്ട് ഫ്യൂച്ചർ ഡേറ്റിനെ എഗ്രീഡ് പ്രൈസ് വെച്ചിട്ട് ആ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ഡെലിവറി ചെയ്യുന്നു. ആ രീതിയിലുള്ള എഗ്രിമെൻറ്റ്, ആ രീതിയിലുള്ള ഡെറിവേറ്റീവ്സിനെയാണ് കമ്മോഡിറ്റി ഫ്യൂച്ചർ ഡെറിവേറ്റീവ് എന്ന് പറയാം. ഇവിടെ ഇങ്ങനെ അണ്ടർലൈയിങ് അസറ്റ് ആയിട്ട് വരുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആവാം. അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വീറ്റ്, റൈസ്, കോഫി, ഷുഗർ, ടീ അതൊക്കെ ആവാം. അതേപോലെ തന്നെ ഗോൾഡ്, സിൽവർ അത്തരത്തിലുള്ള മെറ്റലുകളാവാം. അതല്ലെങ്കിൽ ഓയിലൊക്കെ ആവാം, പെട്രോളിയം, ആ രീതിയിലുള്ള കമ്മോഡിറ്റീസൊക്കെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ അണ്ടർലൈയിങ് അസറ്റായിട്ട് വരാം. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏകദേശം 22 കമ്മോഡിറ്റീസാണ് രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്നത്. ഈ കമ്മോഡിറ്റീസാണ് നമുക്ക് അണ്ടർലൈയിങ് അസറ്റ് ആക്കിയിട്ട് നമുക്ക് ഡെറിവേറ്റീവ്സ് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് വൺ വരുന്നത് ഫിനാൻഷ്യൽ ഫ്യൂച്ചറാണ്. ഫിനാൻഷ്യൽ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ അണ്ടർലൈയിങ് അസറ്റായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ്, അതേപോലെ ലീഗലി എൻഫോഴ്സബിൾ, അതേപോലെ എക്സ്ചേഞ്ച് വഴിയിൽ നമുക്ക് ട്രേഡിംഗ് നടത്താൻ കഴിയുന്ന ഫിനാൻഷ്യൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റുകളായിരിക്കും അണ്ടർലൈയിങ് അസറ്റായിട്ട് വരിക. ഫിനാൻഷ്യൽ അസറ്റോ അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റോ അണ്ടർലൈയിങ് അസറ്റായിട്ട് വരുന്ന ഡെറിവേറ്റീവിനെയാണ് നമ്മൾ ഏത് പറയുക? ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ഡെറിവേറ്റീവ് എന്ന് പറയാം. അത് ലീഗലി എൻഫോഴ്സബിൾ കോൺട്രാക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ആയിരിക്കും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ചും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ ബില്ല്, അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് അണ്ടർലൈയിങ് അസറ്റായിട്ട് വരുന്നത്. ഈ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിനെ ഫർദർ 4 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് കറൻസി ഫ്യൂച്ചർ. അണ്ടർലൈയിങ് അസറ്റായിട്ട് വരുന്നത് കറൻസിയാണ്. ഇതിൻ്റെ മേജർ സെൻറ്റർ എന്ന് പറയുന്നത് ചിക്കാഗോ, ലണ്ടൻ, സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് സ്റ്റോക്ക് ഫ്യൂച്ചറാണ്. ഇവിടെ അണ്ടർലൈയിങ് അസറ്റായിട്ട് വരുന്നത് സ്റ്റോക്കാണ്. ഇത് മെയിനായിട്ട് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തത് 1882 കൻസായ് സിറ്റി ബോർഡ് ഓഫ് ട്രേഡിൽ 1882 ആദ്യമായിട്ട് സ്റ്റോക്ക് ഫ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ 2000 ജൂൺ 12 ആദ്യമായിട്ട് ഒരു സ്റ്റോക്ക് ഫ്യൂച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
ദെൻ നവംബർ 9, 2001 സെലക്റ്റഡ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് ചെയ്യാൻ തുടങ്ങി. ദെൻ മൂന്നാമത്തെ വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറാണ്. സോറി, ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇൻഡസ് അല്ല അവിടെ വരുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ കേട്ടോ. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അണ്ടർലൈങ് അസറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇന്ത്യയിൽ ഈ ഒരു ഫ്യൂച്ചർ ഡെറിവേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2003 ജൂൺ 24 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഇത് സക്സസ്ഫുൾ ആയിരുന്നില്ല, അങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ 2003 ഓഗസ്റ്റ് 31 ഇതിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നാലാമത്തെ വരുന്നത് ഇൻഡെക്സ് ഫ്യൂച്ചറാണ്. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അണ്ടർലൈങ് അസറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡിസസ് ആവും. അതിപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇൻഡെക്സോ അതല്ലെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഫ്യൂച്ചറാണ് ഇൻഡെക്സ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ ഫ്യൂച്ചറെ കൂടാതെ കറൻസി ഫ്യൂച്ചേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. കറൻസി ഫ്യൂച്ചർ ആദ്യമായിട്ട് യൂസ് ചെയ്തത് US 1972 In 1980 the interest rate future and stock index future came into exist. അപ്പോൾ നമ്മൾ വെറും ഫിനാൻഷ്യൽ ഫ്യൂച്ചറിൽ ഫിനാൻഷ്യൽസ് മാത്രമല്ല കറൻസി ഫ്യൂച്ചർ വരുന്നുണ്ട്, കൂടാതെ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറും ഇൻഡെക്സ് ഫ്യൂച്ചറും നിലവിൽ വന്നു. ഇനി നമുക്ക് നോക്കാനുള്ള ടോപ്പിക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്യൂച്ചർ ആൻഡ് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ്. ഇതുവരെ നിങ്ങൾ പഠിച്ച ഫ്യൂച്ചറിലെ പോയിന്റുകൾ ഫ്യൂച്ചർ കോളത്തിലും അതേപോലെ തന്നെ ഫോർവേഡും അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ ഈസിലി നമുക്ക് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഫില്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഫോർവേഡ് എന്ന് പറയുമ്പോൾ കസ്റ്റമൈസ്ഡ് അതല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ടൈലർ മെയ്ഡ് ആയിട്ടാണ് ഫോർവേഡ് ചെയ്യുന്നത്. പക്ഷേ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റ് ഫോർവേഡ് ആണെങ്കിൽ പ്രൈമറി ആൻഡ് അതേപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റിൽ ചെയ്യാൻ കഴിയും.